ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, സിമിലർ ട്രയാങ്കിൾസ് അതുപോലെ തന്നെ പാരലൽ ലൈൻസ് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. ചിത്രത്തിലേക്ക് നോക്കുക, ഈ രണ്ട് ട്രയാങ്കിൾസ് നോക്കുക. ഇതിൽ രണ്ടിലും ആംഗിൾസ് സെയിം ആണ്. ആംഗിളുകൾ സെയിം ആണ് എന്ന് തന്നിട്ടുണ്ട്. നോക്ക്, ഇവിടെ ക്യൂ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ക്യൂൽ ഏതാ ആംഗിള് നോക്കടാ, ഇവിടെ എക്സ് ആണ് അല്ലെ, എക്സ്. ഇനി ഇവിടെ എക്സ് വരുന്നത് എവിടെയാ നോക്കിക്കോ, ഇവിടെ എക്സ് വരുന്നത് ബിയിലാണ്, ശരിയല്ലേ? അതിന് ഓപ്പോസിറ്റ് ആരാ? 6 ആണ്, ശരിയല്ലേ? സെറ്റ്. അപ്പൊ 3നെ നോക്കണേ, ഈ 6ന്റെ പകുതിയാണ്. നോക്ക്, എക്സിന്റെ ഓപ്പോസിറ്റ് ഇവിടെ 6 ആണ്, എക്സിന്റെ ഓപ്പോസിറ്റ് 3 ആണ്. ശരിയാണല്ലോ, ശരിയാണല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാനുള്ള ട്രിക്ക് ഇതാ പിടിച്ചോ. സിമ്പിൾ ആണ്, സിമ്പിൾ ആണ്, സിമ്പിൾ ആണ്. സെഡിന്റെ ഓപ്പോസിറ്റ് ഇവിടെ 8 അല്ലേ, 8 അല്ലേ? ഇവിടെ എക്സിന്റെ ഓപ്പോസിറ്റ് 6, അതിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത്, ശരിയല്ലേ? എക്സിന്റെ ഓപ്പോസിറ്റ് ഈ 6ന്റെ പകുതി. ഓക്കെ ആണേ. ഇനി സെഡിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കുക. സെഡിന്റെ ഓപ്പോസിറ്റ് 8 ആണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ സെഡിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക? സെഡിന്റെ ഓപ്പോസിറ്റ് 8ന്റെ പകുതി അല്ലേ? 8ന്റെ പകുതി ആയിരിക്കും 8/2, അതായത് 4 സെന്റിമീറ്റർ. സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നോക്കുക അടുത്തത് നോക്കിക്കോ. വൈന്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്താ? 4 ആണ്. അങ്ങനെയാണെങ്കിൽ വൈക്ക് ഓപ്പോസിറ്റ് ഇവിടെ എന്തായിരിക്കും? 4ന്റെ പകുതി, അതായത് 2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ടൈംസ് ഓഫ് PR ഈസ് AC. PR എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അതിന് എന്തുകൊണ്ട് ഗുണിച്ചാലാ AC കിട്ടുന്നത്? AC കിട്ടാൻ 2 കൊണ്ട് ഗുണിക്കണം. 2 ടൈംസ് എന്നുള്ളതാണ് ആൻസർ. സെറ്റ് അല്ലേ? അടുത്തത് PQന്റെയും QRന്റെയും നീളമാണ് ചോദിച്ചിട്ടുള്ളത്. അതും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. PQ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 4/2 which is equal to 2 സെന്റിമീറ്റർ ആണോ? യെസ്. അതുപോലെ ഇതാ QR എന്താണ്? QRന്റെ നീളം എന്ന് പറയുന്നത് ABന്റെ പകുതിയാണ്, ശരിയല്ലേ? ABന്റെ പകുതി, അതായത് 8/2 which is equal to 4 സെന്റിമീറ്റർ. ജസ്റ്റ് ഫിഗർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആംഗിളുകൾ സെയിം ആണെങ്കിൽ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കുമെന്ന്. ആ ഐഡിയ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ചോദ്യം ചെയ്യാം. ഓക്കെ ആണേ, സിമ്പിൾ ആണ്. എന്താ ചെയ്തത്? ഒന്നുകൂടെ കാണിച്ചു തരാം. എക്സിന് ഓപ്പോസിറ്റ് ഇവിടെ 6 ആണ്, എക്സിന് ഓപ്പോസിറ്റ് 3 ആണ്. എങ്ങനെയാ 3 കിട്ടുന്നത്? നോക്കണേ, എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുക. ഈ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, സെഡിന് ഓപ്പോസിറ്റ് മക്കളെ ശ്രദ്ധിക്കുക, സെഡിന് ഓപ്പോസിറ്റ് 8 ആണ്. ഇവിടെയോ സെഡിന് ഓപ്പോസിറ്റ് ഉള്ളത് കാണാൻ 8ന്റെ പകുതി 8/2 ദാറ്റ് ഈസ് 4 സെന്റിമീറ്റർ. ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യാം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി നിങ്ങൾ നോക്കുക, ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ത്രികോണം ABC, ത്രികോണം PQR. അതില് AB 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. AB 10 സെന്റിമീറ്റർ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്? AD 8 സെന്റിമീറ്റർ ആണെങ്കിൽ PS എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. നോക്കാം. AD 8 സെന്റിമീറ്റർ ആണെങ്കിൽ 10നെ 20 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 2 കൊണ്ട് ഗുണിക്കണം, ശരിയല്ലേ? ഈ ത്രികോണത്തിന്റെ ഉയരം 8 ആണെങ്കിൽ 8നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8 × 2, അതായത് 16 സെന്റിമീറ്റർ ആണ്. 16 സെന്റിമീറ്റർ ആണ് ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ PS എന്ന് പറയുന്നത് എത്രയാണ്? 16 സെന്റിമീറ്റർ. അടുത്ത ചോദിക്കാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഇവിടെ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എത്രയാണ്? നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 48 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ AB ബൈ PQ എന്ന് പറയുന്നത് AB ബൈ PQ. AB ന്റെ നീളം എത്രയാ? 10,
ശരിയല്ലേ? എ ബിന്റെ നീളം 10, അതുപോലെ പി ക്യൂവിന്റെ നീളം 20. ഈ രണ്ട് ട്രയാങ്കിളും എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണ്, സദൃശ്യ ത്രികോണങ്ങളാ. അതിലെ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ കാണുന്നത് 10/20, 0 വെട്ടിയാൽ 1/2. അതായത് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്താ? 1:2. അങ്ങനെയാണെങ്കിൽ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്താ? ട്രിക്ക് ഉണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഈ 1:2 ഇല്ലേ, സൈഡ് തമ്മിലുള്ള റേഷ്യോ, അതിന്റെ സ്ക്വയർ ആണ്. 1² = 2². അതായത് 1:4 ആണ്. റേഷ്യോ എന്താ? 1:4 ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ സിമ്പിൾ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR എന്ന് പറയുന്നത് 1/4 ആണ്. 1:4 ആണ് റേഷ്യോ. സോ 1/4. ഓക്കെ ആണല്ലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എത്രയാ? 48. ശരിയല്ലടാ? 48 ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR = 1/4. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR എന്ന് പറയുന്നത് ഇതിങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR × 1 = 4 × ശ്രദ്ധിക്കുക 4 × 48. 4 × 48 that is equal to 192 cm² എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? വളരെ വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ശ്രദ്ധിക്കണേ. ഇവിടെ രണ്ട് ട്രയാങ്കിളിന്റെ റേഡിയസ്, ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ റേഡിയസ് R1, രണ്ടാമത്തെ റേഡിയസ് R2. ഓക്കെ ആണേ. R1/R2 എന്ന് പറയുന്നത് 2/3 ആണ്. റേഷ്യോ എന്താ? 2:3 ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രണ്ട് ട്രയാങ്കിളും ഏതൊക്കെ ട്രയാങ്കിള്? ട്രയാങ്കിൾ OAB is similar to triangle OPQ. അതെങ്ങനെയാ മാഷേ എന്നൊരു സംശയമല്ലേ നിങ്ങൾക്ക്? അത് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാന്നുള്ളതിന്റെ ആ സംശയം ഞാൻ ഇപ്പൊ തീർത്തരാം. നോക്കിക്കോ, ഈ ആംഗിൾ O എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, ആംഗിൾ O = ആംഗിൾ O ആണ്. അതേപോലെ OA/OP എന്ന് പറയുന്നതും OB/OQ എന്ന് പറയുന്നതും, അതായത് ഈ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ അതുപോലെ അതിനിടയിലുള്ള ആംഗിൾ, ഇത് രണ്ടും സെയിം ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് SAS ക്രൈറ്റീരിയ ഇല്ലടാ? ആ ക്രൈറ്റീരിയ അനുസരിച്ച് ഇത് രണ്ടും എന്താണ്? R1/R2 ആണ്. അതായത് ആദ്യത്തെ ചെറിയ സർക്കിളിന്റെ റേഡിയസ് ബൈ വലിയ സർക്കിളിന്റെ റേഡിയസ് അത്രയും തന്നിട്ടുണ്ട്, 2/3 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ട്രയാങ്കിൾ OAB is similar to triangle OPQ. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം AB is to PQ എന്ന് പറയുന്നത് സൈഡ് തമ്മിലുള്ള റേഷ്യോ എന്താ? 2/3 ആണ് അല്ലെ? അപ്പൊ റേഷ്യോ എന്താ? 2:3 ആണ്. റേഷ്യോ എന്താ? 2:3 ആണ്. സെറ്റ് അല്ലേ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് തമ്മിലുള്ള റേഷ്യോ എന്താ? സൈഡ് തമ്മിലുള്ള റേഷ്യോ 2:3 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. 2² = 3². ദാറ്റ് ഈസ് 4:9 ആണ്. 4:9. വളരെ സിമ്പിൾ ആയിട്ട് അതും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ 24 ആണ്. 24 ബൈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ OPQ = 4/9. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ മക്കളെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഓക്കെ, എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചോ. 4 നോക്കിക്കോ, 4 ഏരിയ ഓഫ് ട്രയാങ്കിൾ OPQ, അതായത് വലിയ ട്രയാങ്കിളിന്റെ ഏരിയ ചെയ്താൽ എന്ത് കിട്ടും? ഇങ്ങനെ ഗുണിച്ചാൽ 24 × 9. 24 × 9 ദാറ്റ് ഈസ് ചെയ്യാനായിട്ടില്ലേ ഏരിയ ഓഫ് ട്രയാങ്കിൾ OPQ കാണാൻ. ഇവിടെ ഉള്ള 4 അപ്പുറത്ത് പോകുമ്പോൾ 24 × 9 ഡിവൈഡഡ് ബൈ 4.
നോക്കിക്കോ, 24 4 ഡിവൈഡ് ചെയ്താൽ 6, 6 × 9 54 സെന്റിമീറ്റർ സ്ക്വയർ. വളരെ സിമ്പിൾ ആയിട്ട് ആ ചോദ്യത്തിന്റെയും ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സിമിലർ ട്രയാങ്കിളിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഈ ചോദ്യം പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാം. ശ്രദ്ധിച്ചോ, ഇവിടെ ആംഗിൾ APO എത്രയാണെന്നാ ചോദിച്ചത്. നോക്കിക്കോ, ഇതൊരു സ്ക്വയർ ആണ്. ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. അപ്പൊ മക്കളെ, ഒരു സ്ക്വയറിന്റെ പുറംകോൺ എത്രയാ? ഇതും 90 അല്ലേ? ശരിയല്ലടാ? ഔട്ടർ ആംഗിൾ, സ്ക്വയറിന്റെ ഔട്ടർ ആംഗിൾ പുറംകോൺ 90 ഡിഗ്രി അല്ലേ? ആണ്. അല്ലെങ്കിൽ ലീനിയർ പെയറിന്റെ ഐഡിയ വെച്ചാലും മതി. ലീനിയർ പെയർ ശരിയല്ലേ? ഇപ്പുറം 90 ആണ്, അപ്പുറം 90 അല്ലേ? രേഖീയ ജോഡി. അതുകൊണ്ട് ഇത് എത്രയാ? ഇത് 90 ഡിഗ്രി. ഇനി നിങ്ങളോട് എന്താ തെളിയിക്കാൻ പറഞ്ഞേ? ഈ രണ്ട് ത്രികോണങ്ങളും എന്താണെന്ന്? സിമിലർ ആണെന്നാണ് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഞാൻ എന്ത് പറഞ്ഞു തന്നിട്ടുണ്ട്? ഒരു മട്ടത്രികോണത്തിന്റെ ഒരു കോണ് 90 ഡിഗ്രിയും ഒരു ആംഗിൾ എക്സും ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയാ? മൂന്നാമത്തെ ആംഗിൾ കാണാനുള്ള ട്രിക്ക് ഇത്രയേ ഉള്ളൂ. 90-ൽ നിന്ന് എക്സ് കുറയ്ക്കുക. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ സിമ്പിളാ. ഓക്കെ, ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഈ ചോദ്യം സിമ്പിളാ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. ഇത് 90 ആണെന്നുള്ളതൊക്കെ നമുക്ക് ഓക്കെ ആണേ. നോക്കിക്കേ, ഈ ആംഗിള് 90. ഞാൻ ആംഗിൾ AX ആണെന്ന് എടുക്കുന്നു. ആംഗിൾ AX ആണെങ്കിൽ മക്കളെ നിങ്ങൾ പറ, ആംഗിൾ C എത്രയാ? ആംഗിൾ C നമുക്ക് ഇതൊരു മട്ടത്രികോണ ABC എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആയതുകൊണ്ട് ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് എക്സ്. സംശയമല്ലല്ലോ? 90 മൈനസ് എക്സ്. ശരിയല്ലേ? അതുപോലെ ഈ ആംഗിൾ 90 ആണ്. കാരണം അതെന്താണ്? അതൊരു സ്ക്വയറിന്റെ ഔട്ടർ ആംഗിളാ. അതുപോലെ ഈ APO എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രി ആണ്. കാരണം അതും ഒരു ഔട്ടർ ആംഗിളാ. ശരിയാണ്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എത്രയാ വരിക? എക്സ് 90. അപ്പൊ ഇത് 90 മൈനസ് എക്സ്. സംശയം ഉണ്ടോ? ഇല്ല. അതുപോലെ ഇത് 90 മൈനസ് എക്സ്, ഇത് 90 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ എക്സ്. ഇത് നീട്ടി എഴുതുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി. അതും ഞാൻ കാണിച്ചു തരും. കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരും. സോ ഇപ്പൊ ആംഗിളുകൾ സെയിം അല്ലേ ഈ രണ്ട് ട്രയാംഗിളും? അതുകൊണ്ട് തന്നെ സിമിലർ ആണ്. നോക്കിക്കോ, ഫസ്റ്റ് ഇങ്ങനെ നമുക്ക് എഴുതി വെക്കാം. നോക്കിക്കേ, എല്ലാ മക്കളും ഇവിടെ ശ്രദ്ധിച്ചോ. in ട്രയാംഗിൾ ABC നോക്ക, ABCയിൽ ആംഗിൾ B എത്രയാണ്? 90 ഡിഗ്രി ആണ്. ആംഗിൾ B എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഇനി ലെറ്റ് ആംഗിൾ A is equal to x ഡിഗ്രി. ആംഗിൾ A x ആണെങ്കിൽ then ആംഗിൾ C is equal to 90 മൈനസ് x ഡിഗ്രി. കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി, അതായത് ആംഗിളിന്റെ സം, ഒരു ട്രയാംഗിളിലെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണോ പറ? ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് അല്ലെ? ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ് എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? സോ ആംഗിൾ C 90 മൈനസ് എക്സ്. നൗ in triangle APO, angle A is equal to x degree, angle APO is equal to 90 degree. APO എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ what is angle AOP? ആംഗിൾ AOP എന്ന് പറയുന്നത് എത്രയാ? 90 മൈനസ് എക്സ് ഡിഗ്രി. റീസൺ വീണ്ടും സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 180 ഡിഗ്രി ആണ് അല്ലെ? ഇതെന്തുകൊണ്ടാണ് 90 ഡിഗ്രി ആയത്? ഔട്ടർ ആംഗിൾ ഓഫ് എ സ്ക്വയർ അല്ലെ? ഒരു സമചതുരത്തിന്റെ ഔട്ടർ ആംഗിൾ ഓഫ് എ സ്ക്വയർ. ശരിയല്ലേ? ഒരു സമചതുരത്തിന്റെ പുറംകോൺ എന്ന് പറയുന്നത് എത്രയാണ്? പുറംകോൺ എന്ന് പറയുന്നത് എത്രയാ? 90 ഡിഗ്രിയാ. സെറ്റ് മോനെ, പൊളി. അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഏത് ട്രയാംഗിളാ അടുത്തത്? OQC. ഓക്കെ, in ട്രയാംഗിൾ OQC ആംഗിൾ ആദ്യം ഏതാ 90 ഡിഗ്രി വരുന്നത്? ആംഗിൾ OQC is equal to 90 ഡിഗ്രി. കാരണം ഔട്ടർ ആംഗിൾ ഓഫ് എ സ്ക്വയർ, ഒരു സമചതുരത്തിന്റെ പുറംകോണാണ് ഔട്ടർ ആംഗിൾ ഓഫ് എ സ്ക്വയർ. ഒരു
ഒരു സമചതുരത്തിന്റെ പുറംകോണാണ്. ഇനി നമുക്ക് പറയാം ആംഗിൾ സി ഈസ് ഈക്വൽ ടു വി ഹാവ്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വി ഹാവ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 മൈനസ് എക്സ് ഡിഗ്രി. ഫോർ ആംഗിൾ QOC, ആംഗിൾ QOC ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. റീസൺ എന്താ? സെയിം ആംഗിൾ സം അല്ലെ, ആംഗിളിന്റെ സമ്മ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി ആണ്. സം ഓഫ് ആംഗിൾസ് ഈസ് ഈക്വൽ ടു എന്നൊക്കെ നിങ്ങൾക്ക് വൃത്തിയായിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതി വെക്കാം. സം ഓഫ് ആംഗിൾസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഇപ്പൊ നോക്ക് നിങ്ങൾ എഴുതിയതനുസരിച്ച് വി ഹാവ് ട്രയാങ്കിൾ APO ആൻഡ് ട്രയാങ്കിൾ OQC have same angles same ആണ്. Therefore triangle APO is similar to triangle OQC. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെ തന്നെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി വെക്കുന്നു. അതാണ് പ്രൂഫ് എഴുതാന്നുള്ള പരിപാടി. പ്രൂഫ് ആയാൽ സ്റ്റെപ്പ് വേണം, സ്റ്റെപ്പ് ആയാൽ റീസൺ വേണം. നമ്മൾ വാടി പഠിച്ചാണ്. ഓക്കെ, അപ്പോൾ ആ ചോദ്യവും അവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരൊറ്റ ചോദ്യം കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സിമിലർ ട്രയാങ്കിൾസിൽ നിന്നും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം കൂടെ പഠിച്ചാൽ സിമിലർ ട്രയാങ്കിൾസിലെ ഫുൾ മാർക്കും നിങ്ങൾക്ക് സെറ്റാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ APOQCB. നമുക്ക് നേരത്തെ ഈ ഫിഗർ തന്നെ വെച്ചിട്ട് നമ്മൾ തെളിയിച്ചു വെച്ചൊരു കാര്യമുണ്ട്. ട്രയാങ്കിൾ APO ഈസ് സിമിലർ ടു ട്രയാങ്കിൾ OQC. ഇവിടെ എക്സ്, ഇവിടെ 90, ഇവിടെ 90 മൈനസ് എക്സ്. നോക്കണേ, ആംഗിൾ ഇടുന്ന അതേ ഓർഡറിലാണ് ഞാൻ ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്, 90 മൈനസ് എക്സ്. നോക്കുക, APO എക്സ് 90 മൈനസ് എക്സ്. OQC നോക്ക്, എക്സ് 90 മൈനസ് എക്സ്. ആ ആംഗിളിന്റെ അതേ ഓർഡറിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. സോ ഇനി നിങ്ങൾക്ക് റേഷ്യോ എഴുതുന്നതിലല്ലേ കൺഫ്യൂഷൻ ഉള്ളത്? സിമ്പിളാ, APOQ എഴുതിക്കോ. AP by OQ is equal to അടുത്ത കഷ്ണം നോക്കിക്കേ, PO by QC. ഇത്രയും എഴുതിയാൽ PO by QC. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, PB, PO, OQ, BQ ഇതെല്ലാം സ്ക്വയറിന്റെ സൈഡാണ്. സ്ക്വയറിന്റെ സൈഡിന്റെ നീളം നമുക്ക് A എന്ന് എടുക്കാം. സ്ക്വയറിന്റെ സൈഡിന്റെ നീളം എത്രയാ? A. സ്ക്വയറിന്റെ സൈഡിന്റെ നീളം A ആണ്. ഓക്കെ, സ്ക്വയറിന്റെ സൈഡിന്റെ നീളം A ആണ്. അപ്പോ ഇവിടെ AP നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്. 2 by OQ എന്ന് പറയുന്ന സ്ക്വയറിന്റെ സൈഡാണ് A. PO എന്ന് പറയുന്ന സ്ക്വയറിന്റെ സൈഡാണ് A. ഇനി QC എന്ന് പറയുന്നത് 1 ആണ്. ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാം. സ്ക്വയറിന്റെ സൈഡ് A അല്ലേ? യെസ്, ക്രോസ് ആയിട്ട് അങ്ങ് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ 2 into 1 is equal to, നോക്കിക്കോ, A into A. അതായത് 2 is equal to A square. A square എന്ന് പറയുന്നത് 2 ആണെങ്കിൽ എത്രയാ മക്കളെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, √2. ഓക്കെ, 1.414 സെന്റിമീറ്റർ. √2 സെന്റിമീറ്റർ എഴുതിയാലും മതി സ്ക്വയറിന്റെ സൈഡ്. ഓക്കെ ആണല്ലോ. സോ ഇത്രയും ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കൃത്യമായിട്ട് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് അത്രയും അടിപൊളിയായിട്ട് പഠിക്കേണ്ടത്. ബാക്കി ചോദ്യങ്ങൾ നമ്മൾ എന്താക്കും, ലൈവിൽ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എല്ലാവരും ലൈവ് കാണാൻ വരണം. 7:30 നമ്മുടെ ലൈവ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. ഈ ആംഗിൾ വൈയും ഈ ആംഗിൾ 90 ആണെങ്കിൽ എന്താണ് ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾ കമന്റ് കൂടെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.